ഹായ് ഓൾ, എൻ്റെ പേര് അമൽ ബാബു, മെഡിക്കൽ കരിയേഴ്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഡെൻമാർക്കിലേക്ക് ഇൻ്റർനാഷണൽ നഴ്സസിന് വന്നിട്ടുള്ള ഇമിഗ്രേഷൻ ഓപ്പർച്യൂണിറ്റി അഥവാ റെസിഡൻസ് പെർമിറ്റ് പ്രോഗ്രാമിനെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ UK-യിലേക്കും അയർലൻഡിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ല. ആ ഒരു വേളയിൽ വിത്ത് ഫാമിലി ആയിട്ട് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നോക്കുന്ന ഒരു ഇൻ്റർനാഷണലുള്ള നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെൻമാർക്കിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ഡെൻമാർക്കിൻ്റെ ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാമിന് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അഥവാ ഇൻ്റർനാഷണൽ നഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് അവർ പറയുന്നത് മിനിമം 12 months വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അഥവാ 1 year വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും കുഴപ്പമില്ല. അടുത്തത് നിങ്ങൾ ഏതർ BSc നഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ GNM മിനിമം 3.5 അല്ലെങ്കിൽ 3.6 year കോഴ്സ് ചെയ്ത ഒരാളായിരിക്കണം. ഇനി അഥവാ GNM-ൽ 3 year ആണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്കൊരു പോസ്റ്റ് BSc ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം BSc ആയിരിക്കണം, അല്ലെങ്കിൽ GNM 3.6 years, അഥവാ പോസ്റ്റ് BSc അല്ലെങ്കിൽ MSc, ഈ കാറ്റഗറിയിലുള്ള നഴ്സുമാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെൻമാർക്കിലേക്കുള്ള ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ നഴ്സിനെ സംബന്ധിച്ച് വിത്ത് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരു വിധത്തിലുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെയും ആവശ്യമില്ല. UK-യിലേക്കോ അയർലൻഡിലേക്കോ പോകുന്നതിന് IELTS അല്ലെ OET ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ എത്ര സ്കോറിൽ ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യം ഈ ഡെൻമാർക്കിൻ്റെ ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി ഒരു ഇൻ്റർനാഷണലുള്ള ഒരു നഴ്സിനെ വിത്ത് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ട എന്നുള്ളതാണ്. ഡെൻമാർക്കിലേക്ക് ഒരു ഇൻ്റർനാഷണൽ നഴ്സ് എത്തിച്ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ട ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ, അഥവാ ലാംഗ്വേജിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഡാനിഷ് ലാംഗ്വേജിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും വിധത്തിലുള്ള എക്സാം എഴുതുകയോ അല്ലെങ്കിൽ ഇത്ര സ്കോറിൽ ക്ലിയർ ചെയ്യണം എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹെക്ടിക് പാർട്സ് ഒന്നുമില്ല. ബട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ച് അറബിക്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഡെൻമാർക്കിൽ ഒരു നഴ്സിനെ സംബന്ധിച്ച് ഹെൽത്ത് കെയറിലേക്ക് വർക്ക് ചെയ്യുന്നതിനായിട്ട് ഡാനിഷ് ലാംഗ്വേജിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എങ്ങനെയാണ് അത് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് അവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അതിന് വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി, ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് തരുന്നതാണ്. ആ ലാംഗ്വേജ് ട്രെയിനിങ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റൊരു ചോദ്യം ഉണ്ടാവും, കൂടെ ഒരു ഹസ്ബൻഡോ അല്ലെങ്കിൽ സ്പൗസോ വരുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനും ഇങ്ങനെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ ഡാനിഷ് ലാംഗ്വേജിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുന്നുള്ളൂ. കാരണം ഡെൻമാർക്കിൽ ഏകദേശം 80 to 85% ആൾക്കാർ ഇംഗ്ലീഷും സംസാരിക്കുന്നവരാണ്. ആ ഒരു നിലയിൽ നമുക്ക് അവിടെ ഒരു പാർട്ട് ടൈമിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് കെയർ ഒഴിച്ച് മറ്റെന്തെങ്കിലും ഒരു സെക്ടറിൽ, ഒരു ജോബ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിന് ഡാനിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു മാൻഡേറ്ററി റിക്വയർമെൻറ്റും ഇല്ല. ഡാനിഷ് ലാംഗ്വേജിൽ നോളജ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിനായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന സ്പൗസിനും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ഹെൽത്ത് കെയറിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഡാനിഷ് ലാംഗ്വേജിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ഡെൻമാർക്കിലേക്കുള്ള ഈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്തിനൊരു നഴ്സ് ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിൽ എവിടെയെങ്കിലും വിത്ത് ഫാമിലി ആയിട്ട് ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ നോക്കുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഡെൻമാർക്ക്. നിങ്ങൾക്കാണെങ്കിലും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. യൂറോപ്പിലെ മറ്റേത് രാജ്യത്തോടൊപ്പം, അഥവാ UK ആയാലും ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും അങ്ങനെ ഏതൊരു രാജ്യത്തോടൊപ്പം കടപിടിക്കുന്ന എല്ലാവിധ ഫെസിലിറ്റികളും ഉള്ള റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഷെങ്കൻ കൺട്രിയാണ്, സ്കാൻഡിനേവിയൻ കൺട്രിയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഇവിടെ മെഡിക്കൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, എഡ്യൂക്കേഷനും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ കുട്ടികളുമായിട്ട് വരുന്നവരെ സംബന്ധിച്ച് എഡ്യൂക്കേഷനൊന്നും അങ്ങനെ ഒരു എക്സ്പെൻസ് കയറി വരുന്നില്ല. മാത്രമല്ല ഹസ്ബൻഡൊക്കെ ആയിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിന് ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികൾ ഉള്ള ഒരു രാജ്യമാണ്. പിന്നെ ഒരു നഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ നഴ്സുമാരുടെ സാലറിയാണ്. നമ്മൾ ആഡുകളിലൊക്കെ പറയുന്ന പോലെ അപ് ടു 5 lakhs വരെയാണ് പെർ മന്ത്, അപ് ടു 5 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ സാലറി. നമുക്കറിയാവുന്ന പോലെ UK ആയാലും അയർലൻഡ് ആയാലും ഒക്കെ തന്നെ അവിടെയൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു ഡബിളാണ് നമുക്കിവിടെ പേയ്മെൻറ്റ് സാലറി ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഡെൻമാർക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകൾ. സോ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്,
ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്, ലോങ് ടൈം നമ്മളത് നോക്കിയിരുന്ന് നിങ്ങൾ ഇങ്ങനൊരു പ്ലാൻ, നിങ്ങൾക്ക് ഇങ്ങനെ വരാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈം നോക്കിയിരുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കരുത്. കാരണം തൗസൻഡ്സ് ഓഫ് സ്ലോട്ട്സ് ഉണ്ട്, ബട്ട് ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് നമ്മൾ ചിന്തിക്കണം. മിനിമം 12 months മതി, 1 year അല്ലെങ്കിൽ ആ ഒരു റിക്വയർമെൻറ്റ്. പിന്നെ BSc അല്ലെങ്കിൽ GNM, പോസ്റ്റ് BSc, MSc, ഇതാണ് ഇവർ പറഞ്ഞ റിക്വയർമെൻറ്റുകൾ. അപ്പം ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന നമുക്കറിയാം ലക്ഷക്കണക്കിന് നഴ്സുമാർ അക്രോസ് ദ വേൾഡ് ഉണ്ട്. അപ്പോൾ ഈ സ്ലോട്ടുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം വഴി അവർ വെൽക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു തൗസൻഡ്സ് ഓഫ് നഴ്സുമാരെയാണ്. അതുകൊണ്ട് തന്നെ ദ ഏർലി വി അപ്ലൈ, ദ ഹയർ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദ ജോബ്. അത് ഓർത്തിരിക്കുക. സോ ഈ ഒരു പ്രോഗ്രാം വഴി ഇൻട്രസ്റ്റ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും വേഗത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അപ്രൂവൽ വരുന്നതിനും പോകാനുള്ള പോസിബിലിറ്റിയും മച്ച് ഹയർ ആയിരിക്കും. എല്ലാം പെർമനൻ്റ് അല്ല. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും എത്ര കാലം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാം എത്ര കാലം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നതല്ല. നമ്മളത് UK-യിലും അയർലൻഡിലും കണ്ടതാണ്. സോ ഈ ഒരു പ്രോഗ്രാം വഴി ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. വി വിൽ പ്രൊവൈഡ് യു വിത്ത് ഫർദർ ഡീറ്റെയിൽസ്. മെഡിക്കൽ കരിയേഴ്സ് വഴി ഡെൻമാർക്കിലേക്കുള്ള ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാമിലേക്ക് വരുന്ന ഏതൊരു ഇൻ്റർനാഷണൽ നേഴ്സിനും, ഈവൻ വിത്ത് ഫാമിലി ആണെങ്കിലും, നിങ്ങൾക്ക് എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ തന്നെ നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അക്കമഡേഷൻ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഞങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ അവിടെയുള്ള ഓഫീസ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെയുള്ള ടീം നിങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരും. കൂടാതെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരുന്നതാണ്. കൂടാതെ പാർട്ട് ടൈമിനായാലും മറ്റ് എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫർദർ ഗൈഡ് ലൈൻസിനും എല്ലാ വിധത്തിലുള്ള ഹെൽപ്പിനും ഞങ്ങളുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടാവും. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും ലാൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞ് കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആവുന്ന, കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവില്ല. ഓൾവേസ് യു ക്യാൻ കോൺടാക്ട് us for any kind of assistance and we will be there to help you out in all the manner that we can do.